ജനങ്ങളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്നൊരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് എന്ന് പറഞ്ഞ് മമ്മൂക്ക എടുത്തിട്ട് ഇപ്പം മറ്റൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓടിക്കുന്നില്ലേ? സിനിമ പരാജയപ്പെടുമ്പോൾ ആ ഡയറക്ടറിനെ ചീത്ത വിളിച്ചിട്ടോ പ്രൊഡ്യൂസറിനെ ചീത്ത വിളിച്ചിട്ടോ മാത്രം ഒരു കാര്യമില്ല, അല്ല ഹീറോയെ ചീത്ത വിളിച്ചിട്ടോ മാത്രം ഒരു കാര്യമില്ല. ഇതൊരു വലിയൊരു വിഭാഗം ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. ഈ ബൈച്ചൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ദേഷ്യം കയറുന്ന ആളാണ്, പെട്ടെന്ന് ദേഷ്യം കയറി കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചീത്ത പറയുന്ന ആളാണ്, പ്രതികരിക്കുന്ന ആളാണെന്ന്. പക്ഷേ എനിക്ക് വളരെ ക്യൂട്ടായിട്ടൊരു പേഴ്സണായിട്ടാണ് എനിക്ക് പേഴ്സണലി ബൈച്ചനെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബൈച്ചൻ എന്തോ എന്നെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം താങ്കൾക്ക് ഇപ്പോൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഒരു ഫോണിലൊരു വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്, താങ്കളൊരു അസാധ്യ കലാകാരനുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ആണ് അത് വൈറലാവുന്നത്. അപ്പോൾ താങ്കളെ വിളിക്കാൻ ഒരുപാട് പേരുണ്ടാവും. സിനിമ എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ള കാര്യം നമുക്കൊരു ആൻസറൊന്നുമില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ അവിടെ എത്തിപ്പെട്ടിരിക്കും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വില മതിക്കാനാവാത്തൊരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതൊരു സത്യം തന്നെയാണ്. ഹായ് ഹലോ നമസ്കാരം. CID രാമചന്ദ്രൻ റിട്ടയർഡ് ചെയ്ത സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ നമ്മളോട് ചേരുന്നു ശ്രീ കലവാൻ ഷാജൻ. നമസ്കാരം. നമസ്കാരം ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? നന്നായിട്ട് പോകുന്നു. രാവിലെ മുതൽ ഓട്ടോ ആണ് ഫുള്ള്. നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂസ് ആയതുകൊണ്ട് തൊട്ടൊക്കെ ചെറിയൊരു കിച്ച്കിച്ചുണ്ട്. വേറെ ഒരു ബുദ്ധിമുട്ടില്ല. എങ്കിൽ നമ്മൾ പൊരുതും. പിന്നെ നമ്മൾ കത്തും. നമ്മൾ അടിപൊളി നമ്മുടെ സിനിമയാണല്ലോ. പിന്നല്ലേ, തീർച്ചയായിട്ടും. അപ്പൊ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI, അപ്പൊ ആ ടൈറ്റിൽ തന്നെ ഉണ്ട് ഒരു ഭയങ്കര എന്താ പറയാ ക്യാച്ചിങ് ആയിട്ടൊരു ഒരു CID എന്ന് പറയുമ്പോൾ ഉണ്ട്. CID എന്നുള്ളത് സൂക്ഷിച്ചു നോക്കിയാലേ കാണത്തുള്ളൂ ആളെ. പക്ഷെ അതിൽ തന്നെ ഒരു ക്യാച്ചിങ് ആയിട്ടുണ്ട്, കാണാൻ ഇൻട്രസ്റ്റ് തോന്നിക്കുന്ന ഒരു ക്യാച്ചിങ് ഉള്ള ഒരു ടൈറ്റിലാണിത്. ഈ സിനിമ കമ്മിറ്റിയുള്ള പ്രധാന റീസൺ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു കോറിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിട്ടയർഡ് SI ആണ് രാമേന്ദ്രൻ. അദ്ദേഹം ഒരു റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പുതിയ ജോലി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുകയാണ്. അപ്പം റിട്ടയർ ചെയ്തൊരു SI, ഇതാണ് എന്നെ ഹുക്ക് ചെയ്തൊരു കാര്യം. പല ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ പറഞ്ഞു, പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എൻ്റെ ചാച്ചൻ പോലീസുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ചാച്ചൻ്റെ ഒരു ഫീലിങ്സ് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സനൂപ് വന്ന് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് നല്ലൊരു സിനിമയുണ്ട്, തീർച്ചയായിട്ടും വരാത്തൊരു ഏരിയയാണത്, നമുക്കത് നല്ല രീതിയിൽ പറഞ്ഞാൽ ജനം സ്വീകരിക്കപ്പെടുന്ന ഒരു സിനിമ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കഥ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ സനൂപിനെ കുറിച്ചും ആ സിനിമയെ കുറിച്ചും ഉണ്ടായിരുന്ന ഒരു പിക്ചർ എന്തായിരുന്നു, ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്തായിരുന്നു, അതേ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഈ സിനിമ ഫുള്ള് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പം സനൂപ് സത്യൻ എന്ന് പറഞ്ഞൊരു പുതിയ സംവിധായകനാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പുതിയ സംവിധായകൻ്റെ നിന്ന് വരുന്നൊരു വ്യത്യസ്തതയുള്ളൊരു സിനിമ തന്നെയായിരിക്കും CID രാമചന്ദ്രൻ റിട്ടയർഡ്. എനിക്കെന്താ ശരിക്കും പറയും, പോലീസ് പാത വിട്ടു പോകുന്നില്ലല്ലേ? അല്ല, അതെന്താണെന്നറിയോ, ചിലർ അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഈ സനൂപിനോട് എന്നോടൊന്നും പറഞ്ഞപ്പോഴേ ഞാൻ സനൂപ് ഇത് നല്ലൊരു സ്ക്രിപ്റ്റല്ല, നിങ്ങൾ മറ്റാരെങ്ങനെ വെച്ച് ചെയ്തുകൂടെ എന്ന് ഞാൻ സനൂപിനോട് ചോദിച്ചാണ്. അപ്പോൾ സനൂപിനോട് പറഞ്ഞ് അങ്ങനല്ല ചേട്ടാ, ഇത് ദൃശ്യത്തിനകത്ത് ചേട്ടൻ ചെയ്തുകൊണ്ട് തന്നെ പലർക്കും ഒരു ദുഷ്ടനായ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്, അതുകൊണ്ട് പല സിനിമകളിലും അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരാൾ ഇത് ചെയ്യുമ്പം വരുന്ന കുറേ പ്രത്യേകതകളുണ്ട് ഈ സിനിമയ്ക്ക്, ഈ സ്ക്രിപ്റ്റിനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചേട്ടനെ സമീപിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിയായിരിക്കും, അത് കൊള്ളാം. കാര്യം നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കുള്ളൊരു കൊതിയുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തതയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻസിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ കണക്റ്റ് ആവുന്നുള്ളൊരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ സിനിമ വിടുന്ന പ്രശ്നമില്ല, നമുക്കിത് ചെയ്യണം. കാര്യം ഒരു ആക്ടറിനെ സംബന്ധിച്ച് കൊതിപ്പിക്കുന്ന ഒരു റോളാണ്, എല്ലാ രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്. അപ്പം ഇതിന് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലുള്ളൊരു രീതിയിലല്ല ഇതിൻ്റെ ഒരു മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ. ഇതിന് മുൻപ് ഇതിന് വന്നിട്ടുള്ള കുറേ സിനിമകൾ വേണമെങ്കിൽ നമുക്ക് റെഫറൻസ് വേണമെങ്കിൽ എടുക്കാം, ഇൻക്ലൂഡിങ് നമ്മുടെ ജോസഫ് ആണെന്നുണ്ടെങ്കിലും മെമ്മറീസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ. ഇതേപോലെ പോലീസിൽ നിന്ന് മാറി നിന്നിട്ടല്ലെങ്കിൽ പോലീസിനെ രാജിവെച്ചിട്ട് കേസ് അന്വേഷിച്ചിട്ടുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അതിലെല്ലാം ഒരു സിനിമാറ്റിക് കുറച്ച് എലമെൻറ്റ്സ് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഒരു സിനിമാറ്റിക് വേർഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഹീറോയുടെ ഒരു ബാക്ക് സ്റ്റോറി പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആയിപ്പോയെന്നുള്ളത്. ഇതങ്ങനൊന്നുമില്ല, സ്ട്രെയിറ്റ് നമ്മൾ കഥയിലോട്ട് കയറുകയാണ്. ഫസ്റ്റ് സീൻ തന്നെ റിട്ടയർമെൻ്റ് ആവുന്ന ഫംഗ്ഷനിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ട്രോമയിൽ നിന്ന് മാറാൻ വേണ്ടി ഇദ്ദേഹം തിരഞ്ഞെടുത്ത ജോലിയിലൂടെ ഇദ്ദേഹം എത്ര മാത്രം ബ്രില്യൻ്റ് ആണ് ഇദ്ദേഹം ഈ ക്യാരക്ടർ എന്നുള്ളത് കാണിക്കുന്നതാണ് പിന്നീടുള്ളൊരു സിനിമ.
അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾക്കും അത് കണക്ട് ആവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ ചോദിക്കാതിരിക്കുന്നത് കാരണം ഫസ്റ്റ് ആ ട്രെയിലർ കണ്ട് ഇപ്പൊ എനിക്ക് 2 കഥ, അതായത് ജോലി ഉള്ള സമയത്തുള്ള സീൻസ് കഴിഞ്ഞു, ജോലി ഇല്ലാതെ റിട്ടയർ ആയപ്പോൾ ആ സീൻസ് കഴിഞ്ഞു. ഫസ്റ്റ് എനിക്ക് ജോസഫ് ആ ഒരു ചെറിയ കണക്ഷൻ തോന്നി എനിക്ക്. പക്ഷെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് മേക്കിംഗ് ജോസഫ് ഒരു സിനിമാറ്റിക്കും ഒരു ഏരിയയും കൂടെ ഉണ്ട് അതിനകത്ത്. കാര്യം ജോജുവിൻ്റെ ഫാമിലിയുടെ ഒരു ആക്സിഡന്റ് കാര്യങ്ങൾ ഒക്കെ പറയുന്നതൊക്കെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ട്രോമയിലാണ് അദ്ദേഹം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ മെമ്മറീസ് എടുത്ത് നോക്കിയാലാണെന്നുണ്ടെങ്കിലും രാജുവിൻ്റെ വൈഫും കൊച്ചും ഒക്കെ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമയിലാണ് അദ്ദേഹം മദ്യപാനം തുടങ്ങുന്നത്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്ട്രേറ്റ് ഒരു പോലീസ് ഓഫീസർ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫീൽ എന്തായിരിക്കും അത് നമ്മൾ സ്ട്രേറ്റ് എങ്ങനെ കാണിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ഓപ്ഷൻ എടുക്കുന്നു, ഇങ്ങനത്തെ ഒരു ജോലിയിലേക്ക് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയിലുണ്ടായിരുന്ന ആ ഒരു ബ്രില്യൻസ് വെച്ചിട്ട് അദ്ദേഹം 1-2 കേസുകൾ തെളിയിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, നോർമലി എനിക്കൊന്ന് നമ്മുടെ പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോബിൽ പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോബ് ഉള്ള സമയത്ത് ഒരു 19-25 വയസ്സ് വരെ രാജാവായിരിക്കും, പ്രത്യേകിച്ച് പോലീസ്. അതെ, പ്രത്യേകിച്ച് പോലീസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാലായിരിക്കും ഇതിന്റെ ഒക്കെ റിസൾട്ട് അനുഭവിക്കുന്നത്. കാരണം എനിക്കത് ഒരേ സ്റ്റേജിലല്ല, ഒരേ ഓഫീസിൽ നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത ഒരു സ്റ്റേജിൽ നമ്മൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഇനി അവിടെ ഇല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ കഥയിൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ട്രെയിലർ കണ്ടപ്പോൾ, ആദ്യം പവറിലുണ്ടായിരുന്ന ആളെ പോലെ അല്ല പിന്നീട് സ്ക്രീനിൽ കാണുന്നത്. അത് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഫസ്റ്റ് സീൻ തന്നെ ഇദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ടുള്ള ഒരു സീനാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. അതിനുശേഷം ഈ യൂണിഫോം അഴിച്ച് അന്ന് 12 മണിക്ക് ശേഷം പിന്നെ ഇദ്ദേഹത്തിന് ഇത് ഇടാൻ പറ്റില്ല. അപ്പോൾ ആ 12 മണിക്ക് ശേഷം പിന്നെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ കുറച്ച് ഡള്ളാണ് ഇദ്ദേഹം. കാര്യം യൂണിഫോം ഇടുമ്പോൾ ഒരു പവർ ഉണ്ടല്ലോ. അതിൽ ചാച്ചൻ പണ്ടനോട് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഞാൻ ചാച്ചൻ നിങ്ങൾക്ക് പേടിയില്ല, ഇങ്ങനെ പോലീസുകാർക്ക് അവർക്ക് പേടിയില്ലേ, ഈ കള്ളന്മാർ ഒരു കള്ളുകൂടിയും കിടന്നും ബഹളം വെക്കുമ്പോൾ ചെന്നിട്ട് വണ്ടിയെ കയറാന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ ജീപ്പിലോട്ട് കയറുന്നത്, നിങ്ങൾക്ക് പേടിയില്ല, അവനെന്തെങ്കിലും ചെയ്താലും ചോദിക്കുമ്പോൾ ചാച്ചൻ പറഞ്ഞു, നമ്മൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമ്മൾ അറിയാതെ വരുന്നൊരു പവറുണ്ട്, ഒരു വലിയൊരു ഫോഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത്. പിന്നെ ആ യൂണിഫോമിൻ്റെ ഒരു വിലയുണ്ട്. ആ യൂണിഫോം ഇട്ട് കഴിഞ്ഞൊരു പവർ ഉണ്ടാവുള്ളൂ. അതാ നമ്മുടെ ആ ഈ പോലീസുകാരെ ട്രെയിനിങ് കഴിയുമ്പോൾ ട്രെയിനിങ്ങിന് പോകുന്ന ആളായിരിക്കില്ല ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് അച്ഛൻ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിരുന്നു. കാര്യം നമ്മുടെ ആ ഒരു ഫസ്റ്റ് സീക്വൻസ് കഴിഞ്ഞാൽ പിന്നീട് മുതൽ ഞാനത് കുറച്ച് സിനിമയിൽ പിടിച്ചിട്ടുണ്ട്. എത്രത്തോളം ആൾക്കാർക്ക് അത് കണ്ടുപോയാണെന്ന് എനിക്ക് അറിഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പോലീസ് കഥാപാത്രങ്ങളല്ലേ ഒന്നിനൊന്നും ഡിഫറെന്റ് ഒരേ പാറ്റേൺ കീപ്പ് ചെയ്യാതെ എപ്പോഴെങ്കിലും ഒന്ന് ാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് സീക്വൻസ് കഴിഞ്ഞ് യൂണിഫോം ഇല്ലാത്തപ്പോഴൊക്കെ ഇയാൾക്ക് ഒരു കൂനലും ഇയാളൊന്ന് ഒരു ഡൗൺ ആയി ഇയാളുടെ നോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ചൊന്ന് താഴേക്കും. അല്ലാത്തപ്പോഴൊക്കെ ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. യൂണിഫോം പോയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വലിയ ഭാഗം അങ്ങ് മാറിപ്പോയെന്ന് അറിയുമ്പോൾ ഒരു ഇദ്ദേഹത്തെ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇയാളുടെ ഒരു ട്രോമ ഉണ്ടല്ലോ, അത് പിന്നെ ഇയാളുടെ വലിയ നോട്ടങ്ങളും ഒക്കെ ഇങ്ങനെ താഴോട്ട് അത് ഞാൻ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞു. അഭിനയത്തിന് വേറെ കുറേ തലങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാത്തൊക്കെ കാണാം. അപ്പൊ ചേട്ടൻ നോർമലി നമ്മള് ഒരു സമയത്ത് സിനിമകളിൽ ഹാസ്യങ്ങൾ മാത്രം നിലനിന്നിട്ട് പ്രേക്ഷകർ എന്നും ചിരിപ്പിക്കാൻ ഓർമ്മ ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പിന്നീട് സീരിയസിലേക്ക് മാറി എപ്പോഴെങ്കിലും ഹ്യൂമറിലോട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ അതേപോലത്തെ കഥാപാത്രം നമ്മൾ ഹ്യൂമർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ല. അപ്പൊ നമ്മള് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത് ആ സമയത്തുണ്ടായിരുന്ന സിനിമകൾ തിരിച്ചു വരണം എന്നല്ല, പുതുമയുള്ള തമാശകളുള്ള തമാശ സിനിമകൾ വരണം, ഒരു ഫുൾ ലെങ്ത് തമാശയുള്ള സിനിമകൾ വരണം, അതിലൊരു ഭാഗമാകണം എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മൈ ബോസ് പോലെ, അല്ലെങ്കിൽ രാമലീലയോ, ശൃംഗാരം. അപ്പോൾ ആ സിനിമകൾ അതേപോലത്തെ സിനിമകൾ വേണം എന്നല്ല പറയുന്നത്. നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സീൻ മുതൽ ചിരിച്ച് ലാസ്റ്റ് വരെ ചിരിച്ച് മറിഞ്ഞിറങ്ങി വരുന്ന സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ CID മൂസ പോലുള്ള സിനിമകൾ, ഇപ്പോൾ മമ്മൂക്കയുടെ ഹ്യൂമർ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജമാണിക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ഹീറോ ഇമേജിലുള്ള സിനിമകളാണെന്നുണ്ടെങ്കിൽ തമാശയാണ്, ഫുൾ ലെങ്ത് നമ്മൾ ചിരിച്ച് പോയിട്ടുള്ള മമ്മൂക്കയുടെ സിനിമകളുണ്ട്. ലാലേട്ടൻ്റെ എത്രയോ സിനിമകളുണ്ട് നമ്മൾ ചിരിച്ച് തിയേറ്ററിന്. അപ്പോൾ അതുപോലുള്ള സിനിമകളൊക്കെ ഇപ്പോഴത്തെ ഹീറോസ് ചെയ്യുമ്പോൾ കാണാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പം ടോബി ആണെന്നുണ്ടെങ്കിലും ഇപ്പം രാജുവിൻ്റെ അങ്ങനത്തെ സിനിമകൾ കാണാനുണ്ട്. ഇപ്പോൾ പുതിയ വന്നിട്ട് ഇപ്പോൾ ആസിഫ് ആണെന്നുണ്ടെങ്കിലും പുതിയ നിവിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പം അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ വരണമെന്നും അത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ കാണണമെന്നും പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്ന ചേട്ടൻ പറഞ്ഞ സിനിമകളിലൊക്കെ പ്രത്യേകം വെച്ചാൽ അതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിരിക്കും. അതിൽ ഓരോ കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗുകൾ ചിലപ്പം ആ കഥാപാത്രമായിട്ട് പറയുമ്പോൾ ആ സെൻസിൽ അത് എടുക്കുകയും ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഓവർ ജഡ്ജ്മെന്റിലാണ്. ആ സീനിൽ അങ്ങനെ പറഞ്ഞു, ഈ സീനിൽ ഇങ്ങനെ പറഞ്ഞു. അവർക്കില്ലാത്ത ബുദ്ധിമുട്ട് എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, പുതിയ വാക്കിന് ഒരു എന്താ പറയാ, നമ്മൾ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ ആരെങ്കിലും പേഴ്സണലായിട്ട് അവരാണെന്ന് തോന്നുന്ന രീതിയിൽ അവരെ കളിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്.
തമാശ എപ്പോഴും ഒരിക്കലും നമുക്ക് ആസ്വദിക്കാനുള്ള, നമ്മൾ ചിരിക്കാനുള്ളതായിരിക്കണം. ഒരാളെങ്കിലും അത് മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തമാശയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ ഒരാളെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ബോധപൂർവം അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും ഒരു മനുഷ്യനെയോ ആരെങ്കിലും അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുന്നത് തന്നെയാണ്. അല്ലാതെ നമുക്ക് തമാശകൾ ഉണ്ടാക്കാമല്ലോ. ഒരു സമയത്ത് അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ മാറി, അവരുടെ ചിന്തകൾ മാറി. അപ്പം ഈ ഓൺലൈൻ മീഡിയ ഒക്കെ വന്ന പിന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ്സിനെ അത് ഒരുപാട് അത് ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും പേടിയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അത് അവരെങ്ങനെയായിരിക്കും അവരത് കരുതുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അടി വരാൻ ചാൻസ് ഉണ്ടോ, വീട്ടിൽ ആൾ വരുമോ, പ്രശ്നമാകുമോ, നാളെ പുറത്തിറങ്ങാൻ പറ്റുമോ, തല്ലുകൊള്ളൂ എന്നൊക്കെ എല്ലാം പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പണ്ട് അങ്ങനെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ട്. ഒരു പരിധിവരെ നല്ലതുമാണ്, പക്ഷെ ഒരു പരിധിവരെ കുറെ നിയന്ത്രണം. അല്ല, സിനിമകൾക്ക് എഴുതുന്നവർക്ക് ഇപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടോ? എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ഓരോ ആളുകളല്ലേ, അവർക്കെല്ലാം കുടുംബങ്ങളുള്ളവരാണ്. അപ്പോൾ അവരത് എഴുതുമ്പോൾ അവർ ചിന്തിക്കും ഞാനത് എഴുതി കഴിഞ്ഞാൽ പടം ഹിറ്റാവും, നാളെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ, അല്ലെ എൻ്റെ വൈഫിന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് തന്നെയാണ് ഓരോരുത്തരും എഴുതുന്നത്. അപ്പം അത് ഒരു പരിധി വരെ അത് നല്ലതാണ്, ഒരു പരിധി വരെ അത് കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നോർമലി നമ്മൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ സീരീസുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അത് ഓരോ 10 മിനിറ്റിലും പ്രേക്ഷകർ പിടിച്ചിരുത്താനുള്ള ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാകുമല്ലോ. ഉറപ്പായും ഈ സിനിമയിൽ അതുണ്ടാവും. ഇപ്പൊ നോർമലി നമ്മൾ ഒരു സീരീസ് അല്ലെങ്കിൽ അഡാപ്ഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിപ്പോ ചിലപ്പോൾ അത് വള്ളികളാവും. ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് അതേ മോഡല് ഒരു കൊലപാതക വലിയ വാർത്തയൊക്കെ ആയിരുന്നു. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ചില സമയത്ത് പണിയാവും. അപ്പൊ ഈ സിനിമയിൽ എങ്ങനെ അതേപോലത്തെ ഇത് 1-2 റിയൽ ഇൻസിഡന്റിൽ നിന്നാണ് സനൂപ് ഇത് സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഓഫീസർമാരും ഒക്കെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം. അതല്ലാതെ ഈ പറയുന്നത് പോലെ എന്താണ് നമ്മൾ മനഃപൂർവ്വം ഏതെങ്കിലും ഒരു കാര്യം എടുത്തിടണം, അതുകൊണ്ടൊന്നും നമ്മൾ സിനിമ ചെയ്യണം അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. കുറേ റിയൽ ഇൻസിഡന്റ് എടുത്തിട്ട് അത് അതിൻ്റെ അഡാപ്റ്റേഷൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അങ്ങനെ റിയൽ അങ്ങനെ എടുത്തിട്ടുള്ളതുമല്ല, അങ്ങനെ എടുത്തിട്ട് സിനിമ ചെയ്തിട്ടുള്ളൊരു പടമാണ്. നോർമലി ഈ പറഞ്ഞ പോലെ ഈ നമ്മളൊരു ക്രിയേറ്ററുടെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ സ്വാതന്ത്ര്യമായിരിക്കില്ല എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവനൊരു വിഷൻ ഉണ്ടാവും. ഞാൻ കാണുന്ന പോലെ ഈ പ്രേക്ഷകരും കാണണം, അല്ലെങ്കിൽ ഇതാ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രേക്ഷകരും മനസ്സിലാക്കണം. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മളുള്ളിലെ ക്രിയേറ്ററിനെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ശരിക്കും അതിനൊരു എന്താ പറയാ, അത് മനസ്സിലാക്കുന്ന ആളുകളുടെ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പമായിട്ടല്ലേ? നമ്മൾ ക്രിയേറ്റർ ഒരു കലാകാരനെ സംബന്ധിച്ച് അതൊരു അവരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. അല്ല, നമുക്കിഷ്ടമുള്ള സിനിമകൾ നമ്മൾ ചെയ്യുക, അത് ജനങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളതുള്ളൂ. ഈ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും ഇവിടെ സൂപ്പർ ഹിറ്റാണ്. ജനങ്ങളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, മനസ്സിലായില്ലേ? ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്നൊരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് എന്ന് പറഞ്ഞ് മമ്മൂക്ക എടുത്തിട്ട് ഇപ്പം മറ്റൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓടിക്കോടുന്നില്ലേ? അതേ സമയമില്ല, അർജുന അഭിനയിക്കില്ല, ആരും അഭിനയിക്കില്ല, അത്രേ ഉള്ളൂ. അത് ഒരെണ്ണം നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി ഒരെണ്ണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് വന്നാൽ ജനങ്ങളത് എടുക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് എല്ലാ സിനിമകളും. ഇപ്പം പ്രേമരു ഇപ്പം സൂപ്പർ ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് നസ്രീനെയും മറ്റേ കുട്ടിയും അമിതയും കൂടെ വെച്ചിട്ട് അതേപോലെ തന്നെ ഒരു സിനിമയായിട്ട് എന്ന് അവരക്സെപ്റ്റ് ചെയ്യില്ല, ജനങ്ങൾ അവരക്സെപ്റ്റ് ചെയ്താലും ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് സിനിമാക്കാർ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ആദ്യം അത് ചെയ്യുന്നവർക്കാണ് അത് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എൻ്റെ ഫാമിലിക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു വിശ്വാസമാണ്, ഇതൊരു നന്നാവും എന്നത്. എല്ലാ സിനിമകളും എല്ലാവരും നന്നാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മളൊരു പ്രൊഡക്ഷൻ, നമ്മളൊരു പ്രൊഡ്യൂസറിനോട് പറയുന്നു, പ്രൊഡ്യൂസറിന് അത് ഇഷ്ടപ്പെടുന്നു, ഇത് കൊള്ളാം, ഇതൊരു വെറൈറ്റിയാണ്, കൊള്ളാം. അപ്പോൾ ഇങ്ങനെ കുറേ പേരുടെ ജഡ്ജ്മെൻറ്റിന് ശേഷമാണ് നമ്മളൊരു സിനിമ കൊണ്ട് നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. അതൊരു ഡിസ്ട്രിബ്യൂട്ടറെ കാണിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടറിന് ഇഷ്ടപ്പെടുന്നു, ഇത് കൊള്ളാം, ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇത് കൊള്ളാം. നമ്മളൊരു ഹീറോയോട് എന്ന് പറയുന്നു, ഹീറോ ഇത് കലക്കും, ഇത് പറയും. അപ്പം ഇവരെല്ലാം ഒരു 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 വലിയൊരു ഗ്രൂപ്പ് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. അതല്ലാതെ സിനിമ പരാജയപ്പെടുമ്പോൾ ആ ഡയറക്ടറിനെ ചീത്ത വിളിച്ചിട്ടോ പ്രൊഡ്യൂസറിനെ ചീത്ത വിളിച്ചിട്ടോ മാത്രം ഒരു കാര്യമില്ല, അല്ല ഹീറോയെ ചീത്ത വിളിച്ചിട്ടോ മാത്രം ഒരു കാര്യമില്ല. ഇതൊരു വലിയൊരു വിഭാഗം ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. ആ സിനിമ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ആ സിനിമ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് വിജയിക്കുന്നത്. അപ്പോൾ മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടത് വിജയിക്കുമ്പോൾ ആ സിനിമ ചെയ്ത് ആരാണോ അവരുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ഡയറക്ടർ തന്നെ അടുത്തൊരു സിനിമ ചെയ്യുമ്പം ജഡ്ജ്മെന്റ് കറക്റ്റ് ആവണമെന്നില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക, അത്
നമ്മൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാൻ ശ്രമിച്ച് നമ്മൾ സിനിമ കൊണ്ടുവരും, അതേ പറ്റുള്ളൂ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബൈച്ചേട്ടനൊക്കെ നല്ല വക്കീലിന്റെ വേഷമാണ്, അതുപോലെ മാസ് ഡയലോഗ് പറഞ്ഞൊരു ഫേസ് ടു ഫേസ് വരുന്ന ടൈപ്പ് ഇതാണോ ക്യാരക്ടറാണ്? ഇത് ബൈച്ചേട്ടൻ്റെ സുഹൃത്തായിട്ട് തന്നെയാണ്, അഡ്വക്കേറ്റാണ് ബൈച്ചേട്ടൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പം ഞാൻ ഒരുപാട് പേഴ്സണലി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ബൈച്ചേട്ടനുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും. ഈ ബൈച്ചേട്ടൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ദേഷ്യം കയറുന്ന ആളാണ്, പെട്ടെന്ന് ദേഷ്യം കയറി കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചീത്ത പറയുന്ന ആളാണ്, പ്രതികരിക്കുന്ന ആളാണെന്ന്. പക്ഷേ എനിക്ക് വളരെ ക്യൂട്ടായിട്ടൊരു പേഴ്സണായിട്ടാണ് എനിക്ക് പേഴ്സണലി ബൈച്ചേട്ടനെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബൈച്ചേട്ടൻ എന്തോ എന്നെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ബൈച്ചേട്ടൻ്റെ അടുത്തൊരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് തമാശകൾ പറയാറുണ്ട്, ഞാൻ ഇടയ്ക്ക് ചൊറിയാറുണ്ട്, പോടെ 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 എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അപ്പുറം പോവാറില്ല. മറ്റുള്ള പലർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള തമാശകൾ ഞാൻ ബൈച്ചേട്ടനോട് പറയാറുണ്ട്. അപ്പോൾ ബൈച്ചേട്ടനൊക്കെ ഇതിനകത്ത് വന്നതിനൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതുപോലെ സുധീർ ഭായ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ. പിന്നെ അനുമോളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റാസ് എല്ലാം നമുക്ക് കുറേ ഇഷ്ടമുള്ള ആൾക്കാർ. ഞാൻ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സനുവിനോട് ചോദിച്ചു, സനു ഈ ആക്ടർ ഇതാരായിരിക്കും, ഈ സനു പറഞ്ഞ എല്ലാ ആൾക്കാരും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ, മനസ്സിലല്ലേ? ഒരാളെ പോലും നമുക്ക് ഇത് വേണം, നമുക്ക് ഇതിന് വരെ മറ്റാളാണെങ്കിൽ അങ്ങനെ എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. തന്നെയല്ല, സനു പറഞ്ഞ എല്ലാവരും ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ്. അതിലൊരാൾ പോലും ഈ കഥ കേട്ടിട്ട് ഞാനില്ല എന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിൽ പോലും. അവരുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനോ ഒരു കാര്യത്തിലും കമ്പനി ഒന്നും ഇതാക്കിയിട്ടില്ല. ഈ സനു അവരാരൊക്കെ പറഞ്ഞു അവരെല്ലാം ഈ സിനിമയിലുണ്ട്. അതെല്ലാം ഈ സ്ക്രിപ്റ്റിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓരോരുത്തർ അഭിനയിക്കുമ്പോഴും അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോരുത്തരും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള ഡാർക്ക് ജോൺസ് അല്ലെങ്കിൽ ഇത് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി അങ്ങനത്തെ സിനിമകളാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ചേട്ടൻ എങ്ങനത്തെ ടൈപ്പ് പടങ്ങളാണ്? ത്രില്ലർ സിനിമകളാണ്. ത്രില്ലർ തന്നെയാണ്. ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു സിനിമ കാണുമ്പോൾ ആദ്യം ഞാൻ ത്രില്ലർ സിനിമകളാണ്. ഞാൻ എല്ലാ സിനിമകളും കാണുന്ന ആളാണ് ഞാൻ. ഇപ്പം വൈഫ് ഏതെങ്കിലും ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുക, എന്നെ കഴിഞ്ഞും കൂടുതൽ സിനിമകൾ കാണുന്നത് എൻ്റെ വൈഫും എൻ്റെ കുട്ടികളുമാണ്. എല്ലാ ലാംഗ്വേജിലുള്ള പല ജോണറിലുള്ള സിനിമകൾ അവർ കാണാറുണ്ട്. ഞാൻ കൂടുതലും ത്രില്ലർ സിനിമകളായിരിക്കും കാണുന്നത്. പക്ഷേ അവർ കാണുമ്പോൾ അവരോടൊപ്പം വരുന്ന അങ്ങനെയുള്ള സിനിമകളും ഞാൻ കാണാറുണ്ട്. പിള്ളേരോട് ഇരുന്ന കാർട്ടൂൺ സിനിമകളും കാണാറുണ്ട്. എല്ലാ സിനിമകളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കൂടുതൽ എന്നോട് ചോദിച്ചാൽ ഞാൻ സെലക്ട് ചെയ്ത് പോകുന്നത് ത്രില്ലറിലേക്കായിരിക്കും. ചേട്ടാ, സിനിമ എന്ന് പറഞ്ഞ എന്താ പറയാ, ഒരു മായാലോകം എന്നൊക്കെ പറയാറുണ്ട്. കാരണം എല്ലാവരും പറയാറുണ്ട് സിനിമയിൽ വരാൻ എളുപ്പമാണ്, പക്ഷെ സിനിമയിൽ നിലനിൽക്കാനാണ് പാടുന്നത്. ശരിക്കും അങ്ങനെയാണോ? എല്ലാ ഫീൽഡ് പോലെ തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ആ ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമല്ലോ. അപ്പോൾ ആ ജോലിയിൽ നമ്മൾ നിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. കാര്യം നമ്മൾ ആ ജോലിക്ക് ഫിറ്റാണെന്നുള്ള കാര്യം നമ്മുടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാക്കണം. അത് എല്ലാ ജോലിക്കും അങ്ങനെ തന്നെയാണ്, അല്ലേ? ഇപ്പം നമ്മുടെ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന സമയത്തിനുള്ളിൽ ആ പെയിൻറ്റിങ് തീർത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറല്ല അവർ ചെയ്യുന്നെങ്കിൽ, നമ്മുടെ ചോയ്സ് അവർ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ പറയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അവർ പറയുന്ന പൈസ നമ്മളോട് കൂടുതൽ, അപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ വേറെ ആളെ നമ്മൾ വിളിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിനിമ. ഒരുപാട് പേര് നമ്മളെ കഴിഞ്ഞ് കഴിവുള്ള ഒരുപാട് പേര് പുറത്ത് നിൽക്കുകയാണ് ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ജോലി നമ്മൾ 100% അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യുക. നമ്മൾ ഒരാളെ കൊണ്ട് നമ്മൾ മോശം പറയിക്കാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ 100% നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, നമ്മൾ വീട്ടിൽ പോവുക. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതി. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും അത് എല്ലാ മേഖല പോലെ തന്നെയാണ്. വരാൻ എളുപ്പമാണ്, പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസം. സിനിമ എന്ന് പറയുന്നത് എന്താണ്? പണ്ട് പറയും സിനിമയിൽ കാരണം എന്നുണ്ടെങ്കിൽ നീ ആദ്യമേ AD ആവാം, ഇത് എത്ര നാൾ വർക്ക് ചെയ്ത് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയി ഒരു കോണ്ടാക്ട് സർക്കിളൊക്കെ ആക്കിയിട്ട് വേണം സിനിമയിലോട്ട് കയറാൻ. ഇപ്പൊ സിനിമ കുറച്ചുകൂടെ ഈസി ആക്സസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പം കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഈസി അല്ല. ഒരു ഈസി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വരേണ്ടതാണ്. ഈസി അല്ല, പക്ഷെ വരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം താങ്കൾക്ക് ഇപ്പോൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഒരു ഫോണിൽ ഒരു വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്. താങ്കളൊരു അസാധ്യ കലാകാരനുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ആണ് അത് വൈറലാവുന്നത്. അപ്പോൾ താങ്കളെ വിളിക്കാൻ ഒരുപാട് പേരുണ്ടാവും. കാര്യം ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന ഒരുപാട് പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടിയാണ്. നമ്മൾ മാത്രം വിചാരിച്ചാൽ നമ്മളൊരു സിനിമാക്കാരനാവില്ല. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും സിനിമ കൂടി വിചാരിക്കണം, അവനെടുക്കണം, അല്ലെങ്കിൽ അവനെ
കൊണ്ടുവരിക, അവന് കൊള്ളാം എന്നുള്ളത്. സിനിമ എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ള കാര്യം നമുക്കൊരു ആൻസറൊന്നുമില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞ നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ അവിടെ എത്തിപ്പെട്ടിരിക്കും. ആര് വിചാരിച്ചാലും നമ്മളെ തള്ളിക്കളയാനും പറ്റില്ല, ആര് വിചാരിച്ചാലും നമ്മളെ തള്ളിവിടാനും പറ്റില്ല. ഷാൻജോനെ സംബന്ധിച്ച് ലൈഫിൽ ഏറ്റവും ഹാപ്പി എന്ന് പറയാനായിട്ട്, അതായത് ലൈഫിൽ ഇന്ന് ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി എന്ന് പറയുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും? സന്തോഷം തോന്നിയത് അല്ല, എന്താണെന്നറിയോ, ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാം. ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അല്ല, ചേട്ടനെ സംബന്ധിച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി തന്നെയാണ് ഏറ്റവും വലുത്. എനിക്ക് എൻ്റെ ഫാമിലി തന്നെ. ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന സമയങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ എൻ്റെ വൈഫിനോട് ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നപ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്നതാണെന്നുള്ളതാണ്. പക്ഷെ അതല്ലാന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാര്യം ഫ്രണ്ട്സ് എന്ന് പറയുന്നതും അവർക്ക് അവരുടേതായ ലൈഫും കാര്യങ്ങളും ഉണ്ട്. അപ്പം ആ സമയത്ത് അവർക്ക് അതാണ് ഏറ്റവും വലുതെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. അവരെ കുറ്റം പറയുന്നതല്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വിലമതിക്കാനാവാത്തൊരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതൊരു സത്യം തന്നെയാണ്. പക്ഷെ അതിലും വലുതാണ്, എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണ്, അതിലും വലുതാണ് തീർച്ചയായിട്ടും ഫാമിലി. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് എന്തില്ലെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നതും തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി. കുടുംബം തന്നെയാണല്ലേ? കുടുംബം തന്നെയാണല്ലേ? തീർച്ചയായും കുടുംബം. അപ്പം എന്തായാലും സിനിമ 24-ാം തീയതി റിലീസ് ആവുകയാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പൊ ഒരാളുടെ അത്ര ഒരു വലിയ ക്യാമറ ആയാലും ശരി, അതില് പ്രൊഡക്ഷൻ പോയി തൊട്ട് എല്ലാവരുടെ അധ്വാനത്തിന്റെ റിസൾട്ടാണ് 24-ാം തീയതി പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ചേട്ടൻ കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്നും വലിയ അവകാശവാദങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു സമയത്തൂടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല സിനിമകൾക്കൊപ്പം വെക്കാൻ പറ്റുന്ന ഒരു നല്ല ശ്രമമാണ് CID രാമേന്ദ്രൻ റിട്ടയർഡ് എസ്ഐ എന്ന് പറയുന്ന സിനിമ. തീർച്ചയായിട്ടും നിങ്ങൾ ചിലവാക്കുന്ന നിങ്ങളുടെ സമയവും നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്കും അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. 2 മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ദയവ് ചെയ്ത് തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അവരെയും കൊണ്ട് സിനിമ തിയേറ്ററിലേക്ക് നിങ്ങൾ വരുത്തുക. മമ്മൂക്കയുടെ അടക്കം, ടർബോ അടക്കം ഗംഭീര സിനിമകളാണ് വരാനുള്ളത്, ഒപ്പമുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇതും കൂടെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ്, നല്ലതാണെങ്കിൽ പറഞ്ഞാൽ മതി, നല്ലതാണെങ്കിൽ പറഞ്ഞ് നമ്മുടെ സിനിമയ്ക്ക് കൂടി ഒന്ന് ആളുകൾ കാണാം. താങ്ക് യു. അപ്പോൾ തീർച്ചയായും 24-ാം തീയതി രാമേന്ദ്രൻ, CID രാമേന്ദ്രൻ ആള് വിഷയമാണ്. അപ്പൊ CID രാമേന്ദ്രൻ റിട്ടയർഡ് എസ്ഐ കാണാൻ പ്രേക്ഷകർ എല്ലാവരും വരിക. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല, ഒരു വലിയൊരു കൂട്ടരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ സ്വപ്നമാണ്. അപ്പം അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അതെന്താണ് വിജയിപ്പിക്കുക. ഇനിയും ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കട്ടെ. ഇന്റർവ്യൂസ് ഞങ്ങൾക്ക് കാണാൻ ഏതെങ്കിലും ഒരു സിനിമ ഞങ്ങൾക്കും അവസരം കിട്ടട്ടെ. തീർച്ചയായിട്ടും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാധിക്കട്ടെ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇത്രയും താങ്ക് യു. താങ്ക് യു സർ.